നമസ്കാരം. നീണ്ട മൗനത്തിന് ശേഷം എ.കെ. ആന്റണി ഇന്ന് മാധ്യമങ്ങളോട് മനസ്സ് തുറന്നു. പ്രകോപനമായത് ഇന്നലെ നിയമസഭയിൽ നടന്ന ചർച്ച. അതിൽ ആന്റണി കാലത്ത് നടന്ന ശിവഗിരി മുത്തങ്ങ സംഭവങ്ങളെ ചൊല്ലിയുണ്ടായ പ്രതികരണം. ആ രണ്ട് വിഷയങ്ങളിൽ മാത്രമേ ഉരിയാടൂ എന്ന് ആന്റണി ഉറച്ചുനിന്നു. ശിവഗിരിയിലും മുത്തങ്ങയിലും ഉണ്ടായ പോലീസ് നടപടി തെറ്റ് എന്ന് പറഞ്ഞില്ല. സംഭവങ്ങളിൽ ദുഃഖം എന്ന് മാത്രം പറഞ്ഞു. അന്നത്തെ സംഭവങ്ങളുടെ യഥാർത്ഥ ചിത്രം സർക്കാർ ജനങ്ങളോട് പരസ്യപ്പെടുത്തണം എന്ന അഭ്യർത്ഥനയും. നായനാർ സർക്കാർ വെച്ച കമ്മീഷൻ റിപ്പോർട്ടിൽ ശിവഗിരിയുടെ സത്യമുണ്ടെന്നും മുത്തങ്ങ സംഭവത്തിൽ വാജ്പേയി കാലത്തെ CBI അന്വേഷണ റിപ്പോർട്ട് നേരു പറയുമെന്നും ആന്റണി വ്യക്തമാക്കി. അതാണ് പുറത്തുവിടണം എന്ന് അഭ്യർത്ഥിച്ചത്. നേരത്തെയും ഉയർന്നിട്ടുള്ള വിമർശനങ്ങൾക്ക് ഇപ്പോൾ മാത്രം മറുപടി പറയാൻ ആന്റണി തെരഞ്ഞെടുത്തത് എന്തുകൊണ്ട്? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. ഏറ്റുപറച്ചിൽ എന്തുകൊണ്ട്? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ KS അരുൺകുമാർ, ഇന്നലത്തെ നിയമസഭയിലെ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ ശിവഗിരി മുത്തങ്ങ സംഭവങ്ങൾ പരാമർശിക്കപ്പെട്ടതാണ് അടിയന്തര പ്രകോപനമായി A.K. ആന്റണി എന്ന് വിശദീകരിച്ചത്. പക്ഷേ അങ്ങത് മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? 21 വർഷത്തിന് ശേഷം ഇന്നിപ്പോൾ ഇങ്ങനെയൊരു പ്രതികരണത്തിന് ആന്റണി മുതിർന്നത് എന്തുകൊണ്ടാകും? ഒരു തരം പ്രകോപനങ്ങൾക്കും വശംവദനാകുന്ന രാഷ്ട്രീയ വ്യക്തിത്വമല്ല ആന്റണി എന്നത്. അപ്പോൾ ഇന്നലത്തെ ഒരു സന്ദർഭം പ്രകോപനം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഈ കാര്യങ്ങൾ ഭാഗികമായി വിശദീകരിച്ച് മടങ്ങിപ്പോയത് ആർക്കുള്ള സന്ദേശമാണ്? മിസ്റ്റർ വേണു, ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ച 29 വർഷമാണ് ഇടതുപക്ഷം ഭരിച്ചിട്ടുള്ളത്. 40 വർഷത്തോളം UDF ആണ്. 1957 മുതലുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പോലീസ് പല ഘട്ടത്തിലും ഭരണകൂടത്തിന്റെ ഒരു മർദ്ദനോപാധിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് ചില സമയത്ത് വളരെ ക്രൂരമായിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ അടിയന്തര പ്രമേയത്തിലൂടെ ഇതിപ്പോ 2016 ശേഷം മാത്രമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുള്ളൂ എന്ന രൂപത്തിൽ വലിയ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു അടിയന്തര പ്രമേയം അതിന്റെ ചർച്ചയൊക്കെയാണ് നടന്നത്. അതിനുള്ള എല്ലാ അധികാരവും പ്രതിപക്ഷത്തിനുണ്ട്. പക്ഷേ ആ ചർച്ചയുടെ ഭാഗമായിട്ട് വന്ന ഔട്ട്പുട്ട് എന്നാന്ന് കേരള ജനത നന്നായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. പങ്കു പറഞ്ഞതിലൊരു വസ്തുതാപരമായിട്ടുള്ള തെറ്റുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം അല്ലെങ്കിൽ അതിലെ പരാമർശങ്ങളാണ് ഇന്ന് ശ്രീ A.K. ആന്റണിയുടെ ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനത്തിലേക്ക് വഴിവെച്ചത് എന്നതിൽ ശിവഗിരി എന്നൊരു വാക്ക് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ശിവഗിരിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവവും ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ്, അല്ലല്ല, അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ട്രഷറി ബെഞ്ചിൽ നിന്ന് പ്രതികരിച്ചവരിൽ ചിലർ പറയുകയുണ്ടായി. ശരി, അങ്ങ് പറഞ്ഞോളൂ. മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. കാരണം ഒരു അടിയന്തര പ്രമേയം പ്രതിപക്ഷം ഇത്ര ഗൗരവത്തോടെ കൊണ്ടുവരുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വാചകമുണ്ടല്ലോ, അത് കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം എന്നത് തന്നെയാണ്. പക്ഷെ അതിൽ ഏറ്റവും ദയനീയമായിട്ടുള്ള സാഹചര്യം, ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് വന്ന് അദ്ദേഹം സ്വയം ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ ഇന്ന് കാണുകയാണ്. ശ്രീ K. കരുണാകരൻ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹവും വന്ന് ഇത്തരത്തിൽ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നേനെ. കാരണം ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ക്രൂരമായ പോലീസ് അതിക്രമങ്ങൾ നടക്കുമ്പോഴെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസുമാണ് ഭരണത്തിലിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, അടിയന്തരാവസ്ഥയുടെ ആ കടുത്ത നാളുകൾ നമ്മൾ എത്ര വേദനയോടെ ഇപ്പോഴും ഓർമ്മിക്കുന്ന സംഭവമാണ്. എൻ്റെ മകന്റെ ഒരു എല്ലിൻ കഷ്ണമെങ്കിലും, ഒരു എല്ലിന്റെ പൊടിയെങ്കിലും എനിക്ക് വേണം, ശേഷക്രിയ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് 1976 മുതൽ 2000 വരെ, 2000ന്റെ ആദ്യഘട്ടം വരെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ കയറി നടന്ന നഷ്ടപരിഹാരവും കോയമ്പത്തൂർ ട്രയലും എല്ലാം നേരിടേണ്ടി വന്ന ഒരു അച്ഛന്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. എന്നും അത്താഴം കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഒരു ഇലയിൽ തൻ്റെ മകൻ വിശന്ന് വലഞ്ഞ് വിഷമിച്ചു വരും, ആ മകന് വേണ്ടി എന്ന് പറഞ്ഞ് ഒരു ഇല ചോറ് മാറ്റിവെച്ച ഒരു അമ്മ 25 വർഷത്തോളമാണ് സ്വന്തം മകന് വേണ്ടി മരണാസന്ന അവസാന ഘട്ടം വരെ ആ ചോറ് മാറ്റിവെച്ചത് നമ്മൾ കണ്ടതല്ലേ. എത്രയോ ദയനീയ സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതുപോലെ മുത്തങ്ങയിലെ വെടിവെപ്പ്, ആദിവാസി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ ക്രൂരമായി വെടിവെച്ച് തല്ലി ഒതുക്കിയ ആ കാഴ്ച ഇപ്പോഴും കാണുമ്പോൾ ഇത്രയും രൂക്ഷമായിട്ടൊരു പോലീസ് അതിക്രമം നമ്മൾ ഈ കേരളത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അതുപോലെ തന്നെ തങ്കമണി
എത്ര ക്രൂരമായിട്ടുള്ള ബലാത്സംഗം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായതും ഇപ്പൊ അതൊരു സിനിമയായിട്ട് പുറത്തിറങ്ങുന്നു എന്നെല്ലാം വായിച്ചു. നമ്മുടെ മുന്നിൽ നിരവധി അനുഭവങ്ങളുണ്ട്. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിരവധി പിന്നെ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷൻ അതിക്രമം, ഉരുട്ടിക്കൊല, മറ്റ് സാഹചര്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഫലപ്രദമായിട്ടുള്ള നടപടി ഭരണകൂടം ഇത്തരം പോലീസുകാർക്കെതിരെ സ്വീകരിച്ചിട്ടുണ്ടോ, പോലീസുകാരെ സംരക്ഷിച്ചിട്ടുണ്ടോ എന്നതാണ് ഒരു ചോദ്യം. 144 പോലീസുകാരെ കഴിഞ്ഞ 9.5 കൊല്ലത്തിനുള്ളിൽ നടപടിയെടുത്ത് പുറത്താക്കി, സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കി. 729 പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. 359 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള കണക്ക് പകൽ പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. നേരെ തിരിച്ചു ചോദിച്ചു, UDFന്റെ കാലത്ത് ആരെയെങ്കിലും ഇങ്ങനെ സർവീസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തൊട്ടപ്പുറത്തിരുന്ന മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഒരു മറുപടി നമുക്ക് കിട്ടിയില്ല. അപ്പോ മർദ്ദനോപാധിയായി ഭരണകൂടത്തിന്റെ ഭാഗമായി പോലീസ് മാറിയ നിരവധി ഘട്ടങ്ങൾ ഉണ്ടായപ്പോഴും ശരിയായ നിലപാട് സ്വീകരിച്ച ഗവൺമെന്റ് ഏതാണ്? ഇത്തരത്തിൽ മർദ്ദനോപാധിക്ക് കൂട്ടുനിന്ന ഗവൺമെന്റ് ഏതാണ്? ആ പോലീസുകാർക്ക് എല്ലാ ഒത്താശയും ചെയ്ത ഗവൺമെന്റ് ഏതാണ് എന്ന 2 ചോദ്യമാണ് ജനങ്ങൾക്ക് മുന്നിലുള്ളത്. ആ ജനങ്ങളുടെ മുന്നിൽ അത്തരം ചോദ്യമുള്ളപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമായിട്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പകൽ പോലെ വ്യക്തം. അങ്ങനെ ഒരു ഘട്ടത്തിലും പഴയ സംഭവങ്ങൾ നിയമസഭയുടെ ചർച്ചയായിട്ട് വരുമ്പോഴും ഒരക്ഷരം പോലും, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, ഒരക്ഷരം പോലും UDFന്റെ നേതാക്കന്മാർക്ക് പ്രിവെന്റ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സാക്ഷാൽ AK ആന്റണി ഈ രോഗാസന്നനായിട്ട് നിൽക്കുമ്പോൾ, ഈ നല്ല പ്രായമുള്ള ഈ സാഹചര്യത്തിൽ പോലും വന്ന് ഒറ്റയ്ക്ക് പത്രസമ്മേളനം നടത്തി ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം. ശ്രീ K കരുണാകരനോ, അദ്ദേഹം മരിച്ചുപോയി. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ, കൃത്യമായിട്ടുള്ള വസ്തുത അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കാണുകയാണ്. അത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ബലഹീനതയാണ് കാണിക്കുന്നത്. ഒരാൾ പോലും കോൺഗ്രസിന്റെ ചരിത്രം പഠിക്കാൻ തയ്യാറാകുന്നില്ല. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ഈ ചരിത്രം എത്ര വളച്ചൊടിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചാലും, നുണപ്രചരണം നടത്തിയാലും യഥാർത്ഥത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് ജനം ഇന്നലെ നിയമസഭയ്ക്കകത്തും പുറത്തും മാധ്യമങ്ങളുടെ ചർച്ചയും ഡിസ്കഷൻ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്രചരണം എല്ലാം നമ്മൾ കണ്ടു. കൃത്യമായി ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ശരിയായി അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ ശിവഗിരിയൊന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രി പറയാതെ പോലും പ്രകോപിതനായിരിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം പറയാൻ നിർബന്ധിതനായിരിക്കുന്നു എന്ന് AK ആന്റണി പറയുന്നത് അസത്യമോ അർത്ഥസത്യമോ മാത്രമാണ്. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ഇന്ന് പിന്നെ ഇങ്ങനെ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ നിർബന്ധിതനായി? കൂടാതെ അരുൺ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, പോലീസിൻ്റെ അതിക്രമങ്ങൾ നടന്ന കാലമേത്, പോലീസ് ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പോലീസിന് നടപടി നേരിടേണ്ടി വന്ന കാലമേത്? ഇത് രണ്ടുമാണ് മുന്നിലുള്ള ചോദ്യം. അപ്പോൾ ആദ്യത്തതിൽ നിങ്ങളെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി അടക്കം സംസാരിച്ചത്. ഇന്ന് AK ആന്റണി മുന്നോട്ട് വെച്ച പ്രതിരോധം ദുർബലമായിരുന്നില്ലേ? ഇന്നലെ എന്താണോ സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത്, അതിന് കുറെ കൂടെ പിൻബലമാകുന്ന തരത്തിൽ നിങ്ങളുടെ വാദത്തെ ദുർബലമാക്കുന്ന ഒന്നായോ ഇന്നത്തെ ആന്റണിയുടെ പ്രതികരണം? ശ്രീ വേണു, അതിൽ ഒന്നാമത്തെ കാര്യം, ഇന്നലെ പ്രതിപക്ഷം സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരാനുള്ള കാരണം എന്താ? 2023 കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്ന സുജിത്തിന് പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് അതിക്രൂര മർദ്ദനമേറ്റു എന്നുള്ളതിന്റെ സംസാരിക്കുന്ന തെളിവുകൾ, ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. അതിനെ തുടർന്ന് കേരളമെമ്പാടും നിരവധി മനുഷ്യർ, അവർക്ക് രാഷ്ട്രീയ വ്യത്യാസമന്യേ നിരവധി മനുഷ്യർ പോലീസ് അട്രോസിറ്റിയെ കുറിച്ചിട്ട് വലിയ പരാതി പറഞ്ഞു. ഈ സമയത്ത് എവിടെയെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിയോ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവോ സംസാരിച്ച് നമ്മൾ കണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന് വേണ്ടി മാത്രമല്ല, കർണക്കുറ്റിക്ക് അടികിട്ടിയ CPMന്റെ ലോക്കൽ സെക്രട്ടറിക്കും തല്ല് കിട്ടിയ SFIയുടെ ജില്ലാ പ്രസിഡന്റിനും ഇടികൊണ്ട് മരിച്ചു എന്ന് പറയുന്ന ഏരിയ DYFIയുടെ വില്ലേജ് സെക്രട്ടറിക്കും അടക്കമുള്ള ആളുകൾക്ക്, മേഖലാ സെക്രട്ടറിക്ക് അടക്കമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ആ വിഷയങ്ങളെ അതേ അർത്ഥത്തിൽ തന്നെ അതേ രീതിയിൽ നേരിട്ട് മറുപടി പറയാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് സാധിച്ചോ? സാധിച്ചില്ല. പകരം നരേന്ദ്രമോദി ചെയ്യുന്ന ഒരു വാട്ട് അബൌട്ട് തിയറി ഉണ്ട്. നെഹ്റുവിന്റെ കാലം തുടങ്ങി 2014 വരെ ഈ രാജ്യം ഭരിച്ച മുഴുവൻ ആളുകളും മോശക്കാരാണ്, 2014 ശേഷമാണ് ഈ രാജ്യത്ത് ഒരു മാറ്റമുണ്ടായി, രാജ്യം തന്നെ ഉണ്ടായത് എന്ന് പറയുന്ന പോലെ 2016 ശേഷം ഇവിടെ എല്ലാ മാറ്റങ്ങളുണ്ട്, 100 ചില്ലാൻ പോലീസുകാരെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ പുറത്താക്കി എന്ന് പറയുന്നു. അപ്പോഴും നിലവിലുള്ള സാഹചര്യത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും മറുപടി പറയുന്നില്ല. മാത്രമല്ല, അദ്ദേഹം ഇതൊക്കെ പറയുമ്പോൾ പോലും ആ CPMന്റെ ലോക്കൽ സെക്രട്ടറിക്ക് തല്ല് കിട്ടിയതിനെ ന്യായീകരിക്കാൻ അയാൾ കേസിൽ പ്രതിയാണെന്ന് കള്ളം പറഞ്ഞു.
അങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം മാറ്റി മാറ്റി പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഇനി സഭയിൽ ആര് ജയിച്ചു എന്നുള്ളത് പൊതുസമൂഹം തീരുമാനിക്കട്ടെ. പ്രതിപക്ഷം ആഗ്രഹിച്ച രീതിയിൽ, ജനപക്ഷം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾ ആ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അപ്പൊ ആര് ജയിച്ചു തോറ്റു എന്നുള്ളതല്ല, ജനങ്ങൾ ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, ഈ EMSന്റെ കാലത്ത് സമരം ചെയ്യുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുമായിരുന്നു അരുൺകുമാറെ. EMSന്റെ കാലത്ത്. അപ്പോ ഇന്ന് പിണറായി വിജയൻ വെടിവെക്കാത്തത് എന്തുകൊണ്ട്? അപ്പൊ വെടിവെച്ചുകൂടെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. ഇനി നിങ്ങൾ മുത്തങ്ങയെ കുറിച്ചിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ശിവഗിരിയെ കുറിച്ച് പറയുന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഭീമാപ്പള്ളി വെടിവെപ്പ് നടക്കുമ്പോൾ VS അച്യുതാനന്ദനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. 4 മനുഷ്യർ വെടികൊണ്ട് മരിച്ചിട്ടുണ്ട്. അപ്പോ അതെങ്ങനെയാണ്? അപ്പോൾ ഒരു കലാപം ഉണ്ടാകുമ്പോൾ കലാപം അടിച്ചമർത്തലിന്റെ ഭാഗമായിട്ടൊക്കെ ചിലത്തിൽ പോലീസിന്റെ ബലപ്രയോഗം നടക്കും. അതിന്റെ ഭാഗമായിട്ട് മനുഷ്യർ വെടികൊണ്ട് മരിക്കുന്നത് ശരിയാണെന്ന് പറയുന്ന കോൺഗ്രസ് അല്ല ഞങ്ങൾ. മുത്തങ്ങയിൽ ആ ജോഗി എന്ന് പറഞ്ഞ ആദിവാസി യുവാവ് മരണപ്പെട്ടതും അതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ട സാഹചര്യം, അതൊരു ദുരന്ത സമാനമായ സാഹചര്യമാണ്. ഒരു ജനാധിപത്യ സംസ്കാരത്തിൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ദുഃഖകരമായ ഒരു പൊതുവായിട്ട് പറഞ്ഞു പോവുകയല്ല. അതുകൊണ്ട് ഞാൻ സ്പെസിഫിക് ആയി തന്നെ ചോദിക്കുന്നു, ഇന്നലെ മുഖ്യമന്ത്രി മുത്തങ്ങയും ശിവഗിരിയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് അതിൽ പ്രകോപിതനായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം പറയാൻ ബാക്കി വെച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നു എന്ന് ആന്റണി പറയുന്നു? അല്ല വേണു, ഇതിലൊരു പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞില്ലെങ്കിലും CPMന്റെ ഒരുപാട് നേതാക്കന്മാർ പറഞ്ഞല്ലോ. ഒരുപാട് നേതാക്കന്മാർ പറഞ്ഞില്ലേ? ആന്റണിയെ പോലെ ഒരാൾ 21 വർഷം കാത്തിരുന്ന ഒരാൾ ഈ പറയുന്ന ഭരണപക്ഷ ബെഞ്ചിലെ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ ഭരണകാലത്തെക്കുറിച്ച് പറഞ്ഞതിനെ പറ്റി ഉടൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി പ്രതികരിക്കും എന്ന് കരുതാൻ ന്യായമുണ്ടോ ജിൻഡോ? എത്ര നാളിന് ശേഷമാണ് AK ആന്റണി മാധ്യമങ്ങളെ കാണുന്നത്? വാർത്താ സമ്മേളനം എന്ന നിലയിൽ അദ്ദേഹം എത്ര കാലത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ പ്രത്യക്ഷപ്പെട്ടത്? അല്ല വേണു, അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നതിന്റെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു അക്ഷരം പറഞ്ഞില്ലല്ലോ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത്രയും ദിവസമായിട്ട്. അപ്പോൾ AK ആന്റണി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വാർത്താ സമ്മേളനം നടത്താത്തതിനെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട. അദ്ദേഹത്തിന്റെ ആരോഗ്യം, അദ്ദേഹത്തിന്റെ സാഹചര്യം ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് സൗകര്യമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ സൗകര്യപ്രദമായിട്ട് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തട്ടെ. അല്ല, അതിന്റെ കാരണമായി പറയുന്നത് അല്ല ജിൻഡോ, അതിന്റെ കാരണമായി പറയുന്നത് ഇന്നലെ ശിവഗിരിയും ഈ പറയുന്ന മുത്തങ്ങയും വീണ്ടും ഉയർന്നു വന്നു എന്നാണ്. അവിടെയാണ് അരുൺ പറയുന്നത് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ മുഖ്യമന്ത്രി പറയുന്നത് മാത്രമാണോ കേരളത്തിൽ CPMന്റെ ധാരണ? ഈ CPM നേതാക്കന്മാർക്ക് ഒരു റൈറ്റും ഇല്ലേ പറയാനായിട്ട്? താങ്കളുടെ പ്രതിപക്ഷ നേതാവ് പല സന്ദർഭങ്ങളിലും പല മന്ത്രിമാരും നേരിട്ടുള്ള സംവാദത്തിന് തയ്യാറാണ് എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുള്ള മറുപടി എന്താണ്? മുഖ്യമന്ത്രി വരട്ടെ, ഞാൻ മുഖ്യമന്ത്രിയുമായി സംവാദം നടത്തിക്കോളാം. അവിടെ താങ്കൾ ഈ പറയുന്ന യുക്തി എന്താണ് സതീശൻ ആപ്ലിക്കബിൾ ആകാത്തത്? വേണു, ഞാൻ പറയട്ടെ, ഞാനൊന്ന് പൂർത്തിയാക്കിയിട്ട് വേണു വിട്ടോളൂ. ഞാൻ ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്, AK ആന്റണി അല്ല. മുതിർന്ന പല നേതാക്കന്മാരും അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചില വിഷയങ്ങളിൽ അവർ പ്രത്യേക അഭിപ്രായം പറയേണ്ടതുണ്ടെന്ന് അവർക്ക് ബോധ്യമുള്ളപ്പോൾ അവർ അഭിപ്രായം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അഭിപ്രായം പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് പോലെയല്ല AK ആന്റണി പറയുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ കുറിച്ചിട്ട് തെറ്റായി കോട്ട് ചെയ്യുന്ന പല പ്രസ്താവനകളും CPMന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അദ്ദേഹം അക്കാര്യത്തിൽ മറുപടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഭീമാപ്പള്ളി വെടിവെപ്പിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ VS അച്യുതാനന്ദൻ, മരണപ്പെട്ടുപോയ VS അച്യുതാനന്ദൻ അതിന്റെ ഉത്തരവാദിയാണെന്ന് അരുൺകുമാർ സമ്മതിച്ചു തരുമോ? ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല AK ആന്റണിയെ പോലെ ഒരു മനുഷ്യരെ കൊല്ലുന്ന നടപടിക്ക് അനുകൂലമായിരിക്കുമെന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടായ ഒരു നടപടിയുടെ ഭാഗമായിട്ട് അതിന്റെ സാഹചര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹം അത് പറഞ്ഞു. ഇനി അടിയന്തരാവസ്ഥ കാലത്ത് രാജനെ കാണാതായതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. 50 കൊല്ലം മുമ്പാണ്. അതൊരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു, ഭരണകൂട സാഹചര്യമായിരുന്നു. അന്ന് നടന്നിട്ടുള്ള അട്രോസിറ്റീസിനെ ഒന്നിനെയും കോൺഗ്രസ് എൻഡോഴ്സ് ചെയ്യുന്നില്ല. തെറ്റായ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ, 50 വർഷത്തിന് ശേഷം മാമി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഈ കോഴിക്കോട് കാണാതായിട്ടുണ്ടല്ലോ പിണറായി വിജയന്റെ കാലത്ത്. അതിനെ കുറിച്ചിട്ട് ഈ PV അൻവർ എന്ന് പറഞ്ഞ MLA, അദ്ദേഹം 9 കൊല്ലക്കാലം പിണറായി വിജയനെ പിന്തുണച്ച MLA ആണ്. ഈ മാമിയുടെ തിരോധാനത്തിൽ കേരളത്തിലെ പോലീസിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചിട്ടുണ്ടോ? ഈ മാമിയോടെ പോയി എന്ന് പറയണ്ടേ? 50 കൊല്ലം മുമ്പ് കാണാതായ ആളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ നിന്ന് കാണാതായ മനുഷ്യനെ കുറിച്ചിട്ടും പറയാൻ പറ്റണം. അപ്പൊ ഇത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബലാബലത്തിനപ്പുറം നമ്മൾ കോൺഗ്രസും അരുൺ CPM ആണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ, കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് പിണറായി വിജയന്റെ മറുപടി എന്താ?
ഞാൻ ചോദിക്കട്ടെ, സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആസൂത്രിതമായി ഇടിച്ച് കൊല്ലാൻ നോക്കിയതിന് നിങ്ങളുടെ മറുപടി എന്താ? CPM ലോക്കൽ സെക്രട്ടറിയുടെ കരണം അടിച്ച് പൊളിച്ചതിന് മറുപടി എന്താ? ആ ജോയൽ എന്ന് പറഞ്ഞ മറ്റേ നിങ്ങളുടെ വില്ലേജ് സെക്രട്ടറിയെ തല്ലിക്കൊന്നല്ലോ, അതിനെ കുറിച്ചിട്ട് അയാളുടെ അച്ഛൻ ജോയി കുട്ടി പറയുന്നുണ്ട് അത് CPMന്റെ ഒത്താശയോടുകൂടി പോലീസ് കൊന്നതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അടക്കം നിരവധി പരാതികൾ കൊടുത്തിട്ട് ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അതിനെ കുറിച്ചിട്ടുള്ള മറുപടി എന്താ? നമുക്ക് 50 കൊല്ലത്തെയും 60 കൊല്ലത്തെയും മുമ്പത്തെ ആ മോദിയുടെ തിയറിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ നടക്കുന്ന വിഷയം ഒരു വാദത്തിന് ജിൻഡോ ഈ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന 95-ലേക്ക് നിങ്ങൾ ഈ പറയുന്നതെല്ലാം എന്താണ്? ഈ ഗവൺമെന്റ് രണ്ടാമത് അധികാരത്തിൽ വന്ന ശേഷമുള്ള സംഭവങ്ങളാണ് അതിൽ ബഹുഭൂരിപക്ഷം, അല്ലേ? പിന്നെ ഈ പറയുന്ന തണ്ണിത്തോടിന്റെ കാര്യത്തിനകത്താണെങ്കിൽ 2012, ശരി. അതല്ലാതെ പിന്നെയുള്ളതെല്ലാം ഏറിയ കൂറും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ 95-ലേക്ക് ഈ കഥ മാറ്റിവെച്ചിരിക്കുകയാണ് പിണറായി അല്ല, AK ആന്റണി. അപ്പോൾ നിങ്ങൾ ഇതിൽ ഊന്നി നിൽക്കൂ എന്ന് ശ്രീ ജിൻഡോ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ AK ആന്റണി ഊന്നുന്നത് 95-ലാണ് എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ N. ശ്രീകുമാർ, ജിൻഡോ കൃത്യമായി ആന്റണിയുടെ ഇന്ന് വാർത്താ സമ്മേളനത്തിന് നിർബന്ധിതമായ സാഹചര്യത്തെപ്പറ്റി യുക്തിബദ്ധമായി വിശദീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട് 21 വർഷത്തെ കാത്തിരിപ്പ് ഇനി വേണ്ട എന്ന് ആന്റണി ഇന്ന് തീരുമാനിച്ചു? ശ്രീ N. ശ്രീകുമാർ. നോക്കൂ ശ്രീ വേണു, നിങ്ങളിന്ന് ശ്രീ AK ആന്റണിയുടെ പത്രസമ്മേളനം ഒരു ചർച്ചാ വിഷയമാക്കിയത് വളരെ നന്നായി. കാരണം എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ ശ്രീ AK ആന്റണിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ പ്രത്യേകത. ഈ പത്രസമ്മേളനം എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ അതുകൂടെ കേൾക്കുക. ഇന്ന് രാവിലെ മുതൽ ചാനൽ പ്രവർത്തകർ ഓരോരുത്തരും ഓരോ ചാനലുകാർ ഇന്നലെ അസംബ്ലിയിൽ നടന്ന ഈ മുത്തങ്ങ സംഭവം ശിവഗിരി സംഭവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരാഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ വന്ന് പറയുന്നതിനും ഭേദം വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്താം എന്നൊരു തീരുമാനമെടുത്തു. അത് എനിക്ക് തോന്നുന്നത് ചെറിയ ഫിലിപ്പിനെയാണ് അറിയിച്ചതെന്ന്. ചെറിയ ഫിലിപ്പ് അത് മറ്റുള്ള എല്ലാ ലേഖകരെയും വിളിച്ച് വൈകുന്നേരം അത് വാർത്താ സമ്മേളനമാക്കി. അതാണ് അതിൻ്റെ പശ്ചാത്തലം. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ എന്നാണ് പറഞ്ഞത്. പറഞ്ഞ ആളുടെ പേര് സേവ്യർ ചിറ്റിലപ്പള്ളി എന്നാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഈ ശിവഗിരിയിലത്തെ ആന്റണിയുടെ മറ്റേ ഇതിനെക്കുറിച്ച് ന്യായീകരിച്ചു എന്നൊക്കെ. അപ്പോൾ മുഖ്യമന്ത്രി പറയേണ്ട ഇന്നലത്തെ അടിയന്തര പ്രമേയ ചർച്ചയിൽ ഞാൻ ഇന്നലെ പറഞ്ഞ വേണു നോക്കുന്നുണ്ടാവും. ഇന്നലത്തെ അടിയന്തര പ്രമേയ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ പ്രമേയത്തിൻ്റെ മറയിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളും പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിലൊരു വാസ്തവവിരുദ്ധമായ കാര്യം എന്ന് പറഞ്ഞ ഒരു CPM നേതാവ് സജീവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. തെറ്റാണെന്ന് തെളിഞ്ഞല്ലോ. രണ്ടാമത്തെ കാര്യം സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് ആ വിഷയം അസംബ്ലിയിൽ ഉന്നയിച്ചത്. അതിന് ഇന്ന് AK ആന്റണി മറുപടി കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഈ രണ്ട് സംഭവങ്ങളും 10-20 വർഷമായിട്ട് എന്ന് വെച്ചാൽ രണ്ട് തവണ പിണറായി വിജയനും ഒരു തവണ VS അച്യുതാനന്ദനും ഭരിച്ചത്, നായനാരുടെ കാലം ഞാൻ വിടുകയാണ്, ഭരിച്ച കാലത്തെ നായനാർ ഉൾപ്പെടെയാണ് 20 വർഷം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഇത് ചർച്ചാ വിഷയമാവുകയും കേരളത്തിലെ കസ്റ്റഡി മരണത്തെ ന്യായീകരിക്കാൻ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശിവഗിരിയെ നടപ്പാക്കിയ ഒരു ആക്ഷനെ അവർ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ അതിനും മറുപടി പറയാൻ ഏറ്റവും യോഗ്യനായ ആള് മുൻ മുഖ്യമന്ത്രി AK ആന്റണിയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്ന ആന്റണി തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എന്തായാലും പ്രതിപക്ഷത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഏറ്റുപറച്ചിലല്ല നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു 2004 ഞാൻ രാജിവെക്കുന്നു, പിന്നീട് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നു, പിന്നെ ഈ ഭാഗം പറയാൻ ഇവിടെ ആരുമില്ല എന്ന് പറയുന്നത് ആരുടെ പരാധീനതയാണ്? ശ്രീ N. ശ്രീകുമാർ അതാദ്യം പറയുന്നതിന് ശേഷം ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അല്ല, ഞാൻ പറഞ്ഞു വരുമ്പോഴേക്കും വേണു ഇടപെട്ടുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ 15 വർഷം CPM മുഖ്യമന്ത്രിമാരാണ് ഇവിടെ ഭരിച്ചത്. അപ്പോൾ അന്നൊക്കെ ഇവർ പറഞ്ഞത് ഈ മുത്തങ്ങ ശിവഗിരി സംഭവങ്ങളാണ്. അന്ന് ആന്റണി ഡൽഹിയിലായിരുന്നു, കേരള രാഷ്ട്രീയത്തിൽ. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. അന്ന് അദ്ദേഹം ഡൽഹിയിലായിരുന്നു. 21 വർഷത്തിന് മുമ്പ് അദ്ദേഹം ഡൽഹി പോയി. ആ ഡൽഹിയിലിരിക്കുന്ന ആന്റണിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായ വാർത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. മറ്റു കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ടെന്ന് AK ആന്റണി പറഞ്ഞത് എവിടെ വെച്ചാണെന്നറിയാമോ? KPCC ആസ്ഥാനത്ത്. അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലല്ല പത്രസമ്മേളനം വിളിച്ചത്, KPCC ആസ്ഥാനത്താണ് പത്രസമ്മേളനം വിളിച്ചത്. ഔദ്യോഗിക പത്രസമ്മേളനമാണത്, കോൺഗ്രസിൻ്റെ പത്രസമ്മേളനമാണത്. ഇതിന് അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളേ ഉള്ളൂ. എന്ത്? 2 റിപ്പോർട്ട് പുറത്തുവിടണം. ധൈര്യമുണ്ടെങ്കിൽ പിണറായി വിജയൻ നാളെ പുറത്തുവിടട്ടെ.
എന്റെ ചോദ്യം അല്ലല്ല, അതാണ് രണ്ടാമത്തെ ചോദ്യം. അതല്ല, അതിലേക്ക് പിണറായിയെ തുടർച്ചയായി വെല്ലുവിളിക്കുന്ന ആ ഘട്ടത്തിലേക്ക് പോകാം നമുക്ക്. അതിനു മുൻപ് ശ്രീകുമാർ, ശ്രീ എൻ ശ്രീകുമാർ സാർ, ഒരു സെക്കൻഡ്. അല്ലല്ല, ഇത് തൃപ്തികരമല്ല. അങ്ങയുടെ മറുപടി തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ് ഉപചോദ്യം എന്ന നിലയിൽ ചോദിക്കുന്നത്. അങ്ങയെ തടസ്സപ്പെടുത്തുകയാണ്. ഇവിടെ ഡൽഹിയിലേക്ക് പോയാൽ കേരളത്തിൽ ഒരു കാര്യങ്ങളും പറയാൻ പറ്റില്ല എന്ന് എന്ത് പരാധീനതയാണ് ഒരു പൊതുപ്രവർത്തകന്, ഒരു രാഷ്ട്രീയ നേതാവിന്? അതും അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പറ്റി ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ. ഇനി 21 വർഷത്തിന് ശേഷം അദ്ദേഹം ആക്റ്റീവ് അല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ പറയാൻ ബാക്കി വെച്ചതാണോ അത്? ഇന്നൊരു കാര്യം കൂടി പറയുകയുണ്ടായി. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ നിശ്ചയിച്ചിരുന്നതാണ് എന്ന്. അതിൻ്റെ ധ്വനി എന്താണ് ശ്രീ എൻ ശ്രീകുമാർ? ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് അല്ലേ? അവിടെ കോൺഗ്രസിന് കിട്ടാവുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധം മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ കഴിയുന്ന ഒന്ന് തനിക്ക് നൽകാൻ കഴിയുമെങ്കിൽ അതിപ്പോഴാണ് നൽകേണ്ടത്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അത് നൽകാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസിന് ഗുണകരമാകാൻ പോകുന്ന കാര്യങ്ങളല്ല ഞാൻ പറയാൻ പോകുന്നത് എന്ന് തന്നെയല്ലേ? നോക്കൂ വേണു, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗവും കേരളത്തിലെ കോൺഗ്രസിനെ ഇന്നും രാഷ്ട്രീയം വിട്ടിട്ടില്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നയിക്കുന്ന ഒരു നേതാവാണ് എ കെ ആന്റണി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറയൂ. നിങ്ങൾ ആ പത്രസമ്മേളനം വീണ്ടും അത് കാണിക്കുക, ലൈവ് കാണിക്കുക. ഓരോ ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം പറയാം, സമയമുണ്ട്, സമയമില്ലാത്ത. അല്ല, എനിക്ക് തൃപ്തികരമായി അങ്ങയിൽ നിന്ന് കേൾക്കേണ്ട മറുപടി, ഞാൻ ഡൽഹിയിലേക്ക് പോയി ഇവിടെ ആ ഭാഗം പറയാൻ ആരും ഉണ്ടായില്ല എന്ന് പറയുന്നു. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ടാണ് ശ്രീ അരുൺകുമാർ പറഞ്ഞത് ഉമ്മൻചാണ്ടി ഇനി കല്ലറ പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങി വരേണ്ടി വരും. ഉമ്മൻചാണ്ടിയെ പ്രതിരോധത്തിലാക്കുന്ന എന്തെങ്കിലും ഭരണപക്ഷം പറയുകയാണ് എങ്കിൽ കെ കരുണാകരൻ അതുപോലെ തന്നെ ഈ പറയുന്ന സംസ്കരിച്ച ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് വരേണ്ടി വരും അദ്ദേഹത്തിന്റെ വാദം പറയാൻ. കാരണം ഇവിടെ അതൊന്നും പറയാൻ കോൺഗ്രസ്സുകാരില്ല എന്ന നിലയല്ലേ ആന്റണി സൂചിപ്പിക്കുന്നത്? നോക്കൂ വേണു, ഞാൻ പറയുന്നത് നിങ്ങൾ പറയാൻ അനുവദിക്കേ, ചോദ്യം മാത്രം ചോദിച്ചാൽ പോരല്ലോ. ആന്റണി പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഒരു കാര്യത്തിനും, കെ പി സി സിയുടെ കാര്യത്തിലാണെങ്കിലും കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിലും യു ഡി എഫിൻ്റെ കാര്യത്തിലാണെങ്കിലും അതൊക്കെ കേരള നേതാക്കൾ പറയുമെന്ന് പറഞ്ഞ ആന്റണിയാണ് ഡൽഹിയിലുണ്ടായിരുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞ എന്താ? ഇന്നലത്തെ പശ്ചാത്തലം, അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന പശ്ചാത്തലം. ശിവഗിരി അദ്ദേഹം വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. മുത്തങ്ങ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. മുത്തങ്ങയിൽ ആന്റണി 2 കാര്യങ്ങൾ പറഞ്ഞു, 2 റിപ്പോർട്ട് കൊടുത്തുകൂടെ. 21 വർഷത്തെ പ്രത്യേകതയില്ലാത്ത ഒരു ദിവസത്തിന് ഇന്നലെ എങ്ങനെയാണ് പ്രത്യേകത? 21 വർഷമായി ഇല്ലാത്തൊരു പ്രത്യേകത എങ്ങനെയാണ് ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത? പറയട്ടെ വേണു, അതിങ്ങനെ തടസ്സപ്പെടുത്തില്ലേ പ്ലീസ്. മറ്റു കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. എന്റെ നേരിട്ടുള്ള ചോദ്യമാണ്, 21 വർഷം കാത്തിരിക്കാമെങ്കിൽ ഇന്നലത്തെ സംഭവത്തിൽ അദ്ദേഹം പ്രകോപിതനാകുന്നത് എന്തുകൊണ്ട്? ചോദ്യം ഞാൻ കേൾക്കുന്നില്ല വേണു. സത്യവിരുദ്ധമായ ഒരു വാർത്ത അസംബ്ലിയിലെ ഒരു CPM MLA പറഞ്ഞാൽ അതിനെ കൃത്യമായ എ കെ ആന്റണി മറുപടി പറഞ്ഞാൽ ജനം വിശ്വസിക്കും. ശ്രീകുമാർ 24 വർഷമായി എന്നെ ഏകപക്ഷീയമായി ആക്രമിക്കുന്നു എന്ന് എ കെ ആന്റണി പറഞ്ഞ വാചകം അങ്ങ് കേട്ടല്ലോ. 24 വർഷമായി ഏകപക്ഷീയമായി എന്നെ ആക്രമിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ വാചകം കേട്ടില്ലേ? അത് സേവ്യർ ചിറ്റിലപ്പള്ളിയാണോ? അത് സേവ്യർ ചിറ്റിലപ്പള്ളിയാണോ 24 വർഷമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയട്ടെ പ്ലീസ്, ചോദ്യത്തിൽ മാത്രം ചോദിച്ചാൽ മതിയോ? ഞാൻ ഉത്തരം പറയട്ടെ വേണം, ഒന്ന് കേൾക്കൂ. വെറുതെ എന്റെ ശബ്ദം ഇങ്ങനെ കളയല്ലേ. അങ്ങ് വിഷയത്തിൽ നിന്ന് മറിയാൻ ഇടപെടും, വീണ്ടും ചോദിക്കും. പറഞ്ഞുകൊണ്ടിരിക്കുക അതിനിടയ്ക്ക് നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ ഇടയ്ക്ക് ചോദ്യം ചോദിച്ചാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞ ചോദ്യങ്ങൾ ഞാൻ കേൾക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഉത്തരം പറയട്ടെ. എ കെ ആന്റണി ഇന്ന് നടത്തിയ പത്രസമ്മേളനം കോൺഗ്രസ്സുകാർക്കും ജനങ്ങൾക്കും മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്കും മനസ്സിലായിട്ടുണ്ട്. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അത് ഞാനത് അതിനെ കാര്യമാക്കി എടുക്കുന്നില്ല. എ കെ ആന്റണി പറഞ്ഞ എന്താ? അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ഇവിടെ 21 വർഷം ഉണ്ടായി എന്നല്ല, 15 വർഷം CPM മുഖ്യമന്ത്രിമാർ ഭരിച്ചപ്പോഴൊക്കെ ഇത് കൊണ്ടു നടന്നു. അതുകൊണ്ട് ഇന്നലെ ഇത് അസംബ്ലിയിൽ പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. എന്നെ സംബന്ധിക്കുന്ന 2 കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാനാണ് ഞാൻ വന്നത് എന്ന് ആന്റണി പറഞ്ഞു. അതിൽ 2 മറുപടിയും പറഞ്ഞു. മാത്രമല്ല ഒരു ചോദ്യം ചോദിച്ചു, എന്തേ? മുത്തങ്ങയിൽ ആദിവാസികൾക്ക് CPM ഭൂമി കൊടുത്തോ? 1. 2, മുത്തങ്ങയിൽ പിന്നെ ആദിവാസികൾ കുടിൽ കെട്ടാൻ പോയോ? 2. ഇത് 2നും ഇന്നേ വരെ ഉത്തരം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞെന്താണ്? ഈ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ അടിയന്തര പ്രമേയത്തിന്റെ മറവിൽ പറയാതെ ആ റിപ്പോർട്ട് പുറത്തുവിട്. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചങ്കിൽ കൊള്ളുന്നൊരു ചോദ്യമാണ്. ചോദ്യത്തിന്റെ ഉത്തരമാണ് അരുൺകുമാർ. 21 വർഷം കാത്തിരിക്കാം. സേവ്യർ ചിറ്റിലപ്പള്ളി പറഞ്ഞപ്പോഴാണ് പ്രകോപനമുണ്ടാകുന്നത്. ഇത് കേരള സമൂഹത്തോട് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് തോന്നുന്നത്
എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും ശ്രീ അരുൺകുമാർ? അങ്ങനെയെങ്കിൽ ആർജവത്തോടെ 2002, 2003 14 പേർ 2 ഘട്ടങ്ങളിലായി ജീവൻ നഷ്ടപ്പെട്ട മാറാടിന്റെ ചോദ്യത്തിലും മറുപടി വരണം. അതിനിപ്പോൾ അവിടുത്തെ ഈ മാറാടുമായി ബന്ധപ്പെട്ട സ്ഥലത്തെ ഏതെങ്കിലും ഒരു MLA ഏതെങ്കിലും ഒരു അടിയന്തര പ്രമേയ ചർച്ച അനുവദിക്കുന്ന ഘട്ടത്തിൽ സഭയിൽ പറയുമ്പോഴായിരിക്കുമോ വീണ്ടും ഒരു അസാധാരണ വാർത്താ സമ്മേളനത്തിൽ ഈ പറയുന്ന AK ആന്റണി വിശദീകരണവുമായി വരേണ്ടത്? അങ്ങനെയാണോ കേരളവും AK ആന്റണിയുമായിട്ടുള്ള പരസ്പര ബന്ധമുണ്ടാകേണ്ടത്? പിന്നെ ഒരു കാര്യം കൂടി ശ്രീ അരുൺകുമാർ, ഇവിടെ ഈ പിണറായിയുടെ ചങ്കിൽ കൊള്ളും നെഞ്ചിൽ കൊള്ളും എന്നൊക്കെ ശ്രീ N. ശ്രീകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആന്റണി എന്ന് പറഞ്ഞ 2 റിപ്പോർട്ടുകളുണ്ടല്ലോ, അത് പബ്ലിക് ഡൊമൈനിൽ കിട്ടാത്ത കനിയാണോ? മാറാട് കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെയൊക്കെ കൈവശമില്ലേ? ഈ പറയുന്ന ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ബാലകൃഷ്ണൻ നമ്പ്യാർ ഈ പറയുന്ന AK ആന്റണി പറയുന്ന ശിവഗിരി കമ്മീഷൻ റിപ്പോർട്ട്, അത് ഈ പറയുന്ന പിണറായിയുടെ അലമാരയിൽ മാത്രം ഇരിക്കുന്ന ഒന്നാണോ? അതുപോലെ മുത്തങ്ങ വെടിവെപ്പുമായി ബന്ധപ്പെട്ട CBIയുടെ കണ്ടെത്തലുകൾ പിണറായിയുടെ അലമാരയിൽ മാത്രം ഇരിക്കുന്നതാണോ? ഇതൊക്കെ പുറത്തുവിടൂ എന്ന് ഇങ്ങനെ വെല്ലുവിളിക്കാൻ? ഇവിടെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതിനിധിയുടെയും കോൺഗ്രസിന്റെ അനൗദ്യോഗിക പ്രതിനിധിയുടെയും ചർച്ച ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേൾക്കുന്നുണ്ട്. കാരണം നല്ല സമയമെടുത്ത് രണ്ടുപേരും സംസാരിച്ചു. കാരണം ഇവിടെ ഒറ്റ ചോദ്യം, നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ആര്? അത് കോൺഗ്രസ് ആണ്. ആ അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ അവർക്കറിയാം ഇപ്പോഴത്തെ MLA-മാരുടെ എണ്ണം വച്ച് പ്രതിപക്ഷത്തിന് കിട്ടുന്ന സമയം എത്ര, ഭരണപക്ഷത്തിന് കിട്ടുന്ന സമയം എത്ര, ആ സമയമൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൃത്യമായി സമയം നിശ്ചയിച്ചു. ഇന്ന സമയത്ത് ആരംഭിച്ച് ഇന്ന സമയത്ത് തീരും. ഏത് സമയത്തും തനിക്ക് ഇടപെടാം. പ്രതിപക്ഷ നേതാവിന് കൃത്യമായിട്ട് ചർച്ചയിൽ ഇടപെടാം. അപ്പൊ മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും മറ്റു മന്ത്രിമാരായാലും ചർച്ചയിൽ പങ്കെടുത്ത ആര് സംസാരിച്ചാലും പ്രതിപക്ഷ നേതാവിന്റെ ഒരു വിശേഷ അധികാരം ഉപയോഗിച്ച് അതിൽ ഇടപെടാനും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും കൂടുതൽ കൂട്ടിച്ചേർക്കാനും എല്ലാം കഴിയും. ഇത്തരത്തിൽ ഒരു ചർച്ച പൂർത്തീകരിച്ച് അതിന്റെ മറുപടിയും കേട്ട് അവസാനം സത്യാഗ്രഹം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടും അവിടെ ഉയർന്നു വന്ന വിഷയങ്ങളിൽ മുൻ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയൊക്കെ ആയ ഏറ്റവും സീനിയർ നേതാവായ എന്നെ AK ആന്റണിയെ പ്രൊട്ടക്ട് ചെയ്തില്ല എന്നും അതുകൊണ്ട് എനിക്കെതിരെ വന്ന ആരോപണങ്ങളിൽ പോലും അതിനെ മറുപടി പറയാൻ ഒരൊറ്റ കോൺഗ്രസ് നേതാക്കന്മാർ പോലും നിയമസഭയിൽ ഉണ്ടായിട്ടില്ല എന്നുമാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പ്രതിപക്ഷ പത്രസമ്മേളനത്തിന്റെ ചുരുക്കം. അതിന്റെ അർത്ഥം അത് മനസ്സിലാക്കാൻ ഇപ്പോൾ ഒറ്റ കോൺഗ്രസ് നേതാക്കന്മാരും തയ്യാറാകുന്നില്ല. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് AK ആന്റണിയല്ല, അത് VD സതീശൻ തന്നെയാണ്, VD സതീശൻ തന്നെയാണെന്ന്. എന്തിനാ അങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണേ? ഞങ്ങൾക്ക് സംശയമില്ല പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ VD സതീശൻ, നിങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുക അത് AK ആന്റണി അല്ലാട്ടോ, VD സതീശൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ്. പിന്നെ ശ്രീ N. ശ്രീകുമാർ പറയുകയാണ് ഏത് മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു എന്ന്. ഇവിടെ ജുഡീഷ്യൽ കമ്മീഷന്റെ നിരവധി റിപ്പോർട്ടുകളുണ്ട്. ഇപ്പൊ സൂചിപ്പിച്ചല്ലോ, മാറാട് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തോമസ് P. ജോസഫിന്റെ റിപ്പോർട്ടുണ്ട്. മറ്റെല്ലാ പറഞ്ഞ വിഷയങ്ങളിലും റിപ്പോർട്ടൊക്കെ പൊതുസമൂഹത്തിലുണ്ട്. ഇതൊന്നും പുറത്തുവിടേണ്ട കാര്യമില്ല, പുറത്തു തന്നെയാണ്. പക്ഷേ ഉയർന്നു വന്ന വിഷയങ്ങളിൽ നിങ്ങളെടുത്ത തെറ്റായ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ സംശയത്തിന് മറുപടി പറയാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാധ്യമങ്ങളും കൃത്യമായി പഠിച്ച് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ എല്ലാ ഘട്ടത്തിലും ഈ മർദ്ദനോപാധിയായ പോലീസിനൊപ്പം നിന്നുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ നന്നായി ചൂഷണം ചെയ്തിട്ടുണ്ട്. ആധാരമായിട്ടുള്ള കാര്യം വീട് വേണം. വഴങ്ങാം, കുഴപ്പമില്ല. നോക്കൂ വേണു ഒരു കാര്യമുണ്ട്. ഇന്നലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പറഞ്ഞത്, അല്ലാണ്ട് ഈ റിപ്പോർട്ട് എല്ലാവർക്കും അറിയാത്തതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പുറത്തു വിടാൻ. അത് CPM-നുള്ളൊരു താക്കീതാണത്. ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട് എന്തിനാ തെറ്റിദ്ധരിപ്പിച്ചതെന്നാണ് ആ ചോദ്യത്തിന്റെ മറ്റൊരർത്ഥം. റിപ്പോർട്ട് കയ്യിൽ വെച്ച് തെറ്റിദ്ധരിപ്പിച്ച ഒരു മുൻ മുഖ്യമന്ത്രിയുടെ പേര് ഞാൻ പറയട്ടെ, ശ്രീ N. ശ്രീകുമാർ. 2006 ഫെബ്രുവരി 20 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ജസ്റ്റിസ് തോമസ് P. ജോസഫ് കമ്മീഷൻ മാറാട് റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത് അല്ലേ? എന്നിട്ട് ആ സഭ കണ്ടോ അതിൽ വെളിച്ചം? എന്തുകൊണ്ട് കാണാതെ ഇരുന്നു? ഇതൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം. ശ്രീ അരുൺകുമാർ അങ്ങ് തുടർന്നോളൂ. അല്ല, ഇത് ചോദിച്ചല്ലോ, ഞാനത് ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് 40 MLA-മാർ 41 MLA-മാരുണ്ടല്ലോ UDF-ന്. ഇന്നലെ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന ഭരണപക്ഷ MLA-മാരിൽ നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോ ഏതെങ്കിലും ഒരു UDF MLA-ക്കോ അത് ചൂണ്ടിക്കാണിക്കാമായിരുന്നല്ലോ നിയമസഭയിൽ. പച്ചയ്ക്ക് ചോദിച്ചാൽ നിങ്ങളുടെ വായിൽ എന്താ പഴം കയറ്റി വെച്ചിരിക്കുകയായിരുന്നോ? ചൂണ്ടിക്കാണിക്കാമായിരുന്നല്ലോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. അതല്ല സംഭവം ഇത് എന്ന് പറയാമായിരുന്നല്ലോ. 90 വയസ്സ് കഴിഞ്ഞ സാക്ഷാൽ അറക്കപ്പറമ്പിൽ കുര്യൻ മകൻ ആന്റണിയെ കൊണ്ടുവന്നിരുന്ന് അദ്ദേഹത്തിന്റെ ഈ പ്രായം അസുഖഘട്ടത്തിൽ പോലും എന്നെ പ്രതിരോധിക്കാൻ ആരുമില്ല,
അതുകൊണ്ട് ഞാനിതാ നേരിട്ട് വന്നിരിക്കുന്നു എന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്ന ആ ദുരവസ്ഥയെ നിന്റെ പേര് കോൺഗ്രസോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരക്ഷരം പറയാൻ മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. കുഴിയിൽ നിന്ന് എണീറ്റ് വന്ന് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട അവസരം സാക്ഷാൽ കണ്ണോത്ത് കരുണാകരനും ഈ ഭാവിയിൽ വന്നുകൂടായി എന്നില്ല. അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ രീതി. നമ്മൾ കണ്ടല്ലോ, ഇന്നലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയൊക്കെ മറുപടി പറഞ്ഞില്ലേ? ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുമെല്ലാം ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന വിഷയങ്ങൾ ഒരു ഭാഗത്ത് എല്ലായിടത്തും കോൺഗ്രസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഉയർന്നു വരുന്ന വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതല്ല. ഭൂരിഭാഗം കോൺഗ്രസിന്റെ ദുഷിച്ച അവസ്ഥയ്ക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ്. അതിപ്പോ ചൂരൽമല മുണ്ടക്കൈയായാലും വ്യാജ ID കാർഡായാലും ഈ ഏറ്റവും അവസാനം വന്നു നിൽക്കുന്ന ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളുടെ സാഹചര്യമായാലും കോൺഗ്രസ് തന്റെ ദുരവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. ഒന്ന് ശ്രീ N. ശ്രീകുമാർ, നിങ്ങളൊരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണല്ലോ, നിങ്ങൾ നിരീക്ഷിക്കണം. ഈ കേരളത്തിന്റെ ആദ്യത്തെ 30 കൊല്ലത്തെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചത് വെറും 6 വർഷമാണ്. 24 വർഷവും വലതുപക്ഷ ശക്തികളാ ഭരിച്ചേ. എന്നാൽ ഈ കേരളത്തിന്റെ അവസാനത്തെ 30 കൊല്ലം എടുത്ത് പരിശോധിക്കുക. 30-ൽ 20 കൊല്ലവും ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നിങ്ങൾ 10 വർഷമാണോ, നിങ്ങളുടെ ഇരട്ടി ഞങ്ങളാണ്. അതായത് കേരളത്തിന്റെ മനസ്സ് ഇടതുപക്ഷ മനസ്സായിട്ട് മാറുന്നത് നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ ഇപ്പോഴും വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് CPM-നെ ആക്രമിക്കുകയാണ്. ഈ നാട്ടിലെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഇവിടെ മുത്തങ്ങയിൽ സമരം നടത്തിയവർക്ക് 5.5 ലക്ഷത്തിലധികം വീടുകൾ ഈ കേരളത്തിലാകമാനം പട്ടിണിപ്പാവങ്ങൾക്ക് കൊടുത്ത് ഒരാൾ പോലും വീടില്ലാത്ത, അടച്ചുറപ്പുള്ള വീടില്ലാത്ത ആളായി അല്ലെങ്കിൽ ഭൂമിയില്ലാത്തവരായി ഈ നാട്ടിൽ അവശേഷിക്കില്ലാത്ത സാഹചര്യം ഈ നാട്ടിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയോ, അമേരിക്കയെ പിന്നിലാക്കി ശിശുമരണ നിരക്കിൽ വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് കേരളം കുതിക്കുക. ഈ വികസന നേട്ടങ്ങളും സാമൂഹ്യ സുരക്ഷയും വാക്കുപാലിക്കുന്ന ഗവൺമെന്റും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പ്രഖ്യാപിച്ചാൽ അത് നടപ്പാക്കി പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ വസ്തുതാവിരുദ്ധമായ വ്യാജ വാർത്തകളുമായി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ഇതൊക്കെ ജനം കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മത്സരിച്ച് ചർച്ച ചെയ്തോ, നേതാക്കന്മാരെ പഴയ ആളുകളൊക്കെ കൊണ്ടുവന്ന് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചോ, ഇതൊക്കെ ജനം കാണട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ശരി, രൂക്ഷമായ വിമർശനമാണ് അരുൺകുമാർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീ ജിൻഡോ ജോൺ അങ്ങേക്ക് അരുണിന് മറുപടി നൽകാം. ശ്രീ വേണു, ഇതിൽ ഒന്നാമത്തെ കാര്യം, ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നമ്മൾ നിരന്തരം ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ CPM-ന് വേണ്ടി സംസാരിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരുന്നത് 100 ചില്ലാൻ പോലീസ് ഉദ്യോഗസ്ഥരെ കേരള പോലീസിൽ നിന്ന് അവരുടെ തെറ്റായ നടപടിയുടെ ഭാഗമായിട്ട് പിരിച്ചുവിട്ടു എന്നാണ്. അപ്പോൾ അത് നല്ല കാര്യം, അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ്. അങ്ങനെ പിരിച്ചുവിട്ടു എന്നുള്ളതിൻ്റെ മെസ്സേജ് എത്തരത്തിലാണ് ഈ സേനയിൽ ചെന്നത്? അങ്ങനെ പിരിച്ചുവിട്ടതിനെ കുറിച്ചിട്ട് ഒരു പേടിയുടെ, ഒരു ഭയത്തിന്റെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള പൗരാവകാശ ബോധങ്ങളെ അംഗീകരിക്കണം എന്നുള്ള ഒരു ബോധം ഈ സേനയിൽ എത്രത്തോളം ആളുകൾക്ക് കിട്ടി എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് നിരന്തരം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം നടത്തുമ്പോൾ ആ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അതിന് മറുപടി പറയുന്ന മുഖ്യമന്ത്രി അടക്കം കള്ളം പറയുന്നു. അതായത് അടികൊണ്ട ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള CPM-ന്റെ ലോക്കൽ സെക്രട്ടറിക്ക് എതിരെ കേസുണ്ടെന്നുള്ള കള്ളം വരെ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഭരണപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ നിലവിൽ കേരളത്തിൽ നടക്കുന്ന പോലീസിന്റെ അതിക്രൂര മർദ്ദന മുറകൾക്ക് ന്യായീകരിക്കാൻ വേണ്ടി പല പതിറ്റാണ്ടുകൾ മുമ്പുള്ള പല കാര്യങ്ങളും പറയുന്നു. ഇതൊന്നും തെറ്റാണെന്നോ ഇതൊന്നും ശരിയല്ല എന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ പറയാം, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പറയാം. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പോലീസിന്റെ നിരന്തര മർദ്ദനങ്ങൾക്കുള്ള മറുപടി ഇതുകൊണ്ടാകുമോ? ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ 2 ആഴ്ചക്കാലം കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാരുടെയും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വായിൽ എന്താ പഴമായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചാൽ അത് തെറ്റായി പോകില്ല. കാരണം അരുൺകുമാർ ഉപയോഗിച്ചൊരു പദപ്രയോഗമാണല്ലോ, അപ്പൊ തെറ്റാനും വഴിയില്ല. ഇനി എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് 21 വർഷത്തിന് ശേഷം AK ആന്റണി ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇത്രയും വികസിതമായി നമ്പർ 1 ആയിട്ടുള്ള കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയന്റെ കാലത്ത് ഇതുപോലെ മനുഷ്യരെ നിരന്തരം മർദ്ദനത്തിന് വിധേയമാക്കുകയും 18 മനുഷ്യർ പോലീസ് ലോക്കപ്പിനകത്തും 10-40ഓളം മനുഷ്യർ ലോക്കപ്പിന് പുറത്ത് മരണപ്പെട്ട നിലയിൽ കണ്ടിട്ട് പോലും ഇപ്പോഴും പല പതിറ്റാണ്ടുകൾ മുമ്പുള്ള കഥകൾ കൊണ്ട് അതിനെ ഇക്വേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ AK ആന്റണിയെ പോലുള്ള ആളുകൾക്ക് അന്നത്തെ അത്തരം വിഷയങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വിടണമെന്ന് പറയാനുള്ള അവകാശമുണ്ട് എന്നാണ് എൻ്റെ ഒന്നാമത്തെ ബോധ്യം. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇപ്പോഴത്തെ ഈ അട്രോസിറ്റീസിന്റെ പേരിൽ K. കരുണാകരനോട് രാജിവെക്കാൻ പറയാൻ പറ്റില്ലല്ലോ. K. കരുണാകരനോ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ലല്ലോ, ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തല അല്ലല്ലോ ആഭ്യന്തര വകുപ്പ് മന്ത്രി. സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മറുപടിയെങ്കിലും പറയണമെന്ന് കോൺഗ്രസും പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നത്. അല്ലാതെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി വത്സൻ തില്ലങ്കേരിയാണ്, അദ്ദേഹത്തോട് രാജിവെക്കാൻ പറയാൻ പറ്റുമോ? നയപരിപാടികളിൽ ഇവരൊക്കെ ഒരുപോലെയാണെങ്കിലും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് ഇപ്പോൾ ആ ചുമതലയിൽ വഹിക്കുന്ന ആളുടെ പേര് പിണറായി വിജയൻ എന്ന് തന്നെയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്ന് ഞങ്ങൾ പലവട്ടം പറയുന്നു എന്ന് അരുൺകുമാർ ആക്ഷേപിച്ചു. ഞങ്ങൾക്ക് ഒരു ആക്ഷേപമില്ല. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ പേര് വി ഡി സതീശനാണെന്ന് വലിയ ബഹുമാനത്തോടെയും ആദരവ് കൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷെ കേരളത്തിന്റെ ആഭ്യന്തര ഉപമന്ത്രി പിണറായി വിജയനാണെന്ന് നിങ്ങൾക്ക് എത്രത്തോളം ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലം നിങ്ങൾ വായിൽ പഴം തള്ളി വീട്ടിലിരിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും കേരളത്തിന്റെ ആഭ്യന്തര ഉപമന്ത്രി വത്സൻ തില്ലങ്കേരിയാണെന്ന് പറയുന്ന ഒരുപാട് മനുഷ്യർ കേരളത്തിലുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ RSSന്റെ അടിമവേലയ്ക്ക് വിട്ടുകൊടുത്തിട്ട് ഇപ്പോഴും മൗനത്തിലിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര ഉപമന്ത്രി പിണറായി വിജയനോട് കമാന്നൊരു അക്ഷരം ഇടാൻ അരുൺകുമാറിനെ പോലുള്ള CPM നേതാക്കന്മാർക്ക് പറ്റിയോ? നിങ്ങളുടെ വില്ലേജ് സെക്രട്ടറി ജോയലിനെ ഇടിച്ചു കൊന്ന പോലീസിനെതിരെ നടപടി സ്വീകരിക്കാൻ പറയാൻ പറ്റിയോ? നിങ്ങളുടെ ലോക്കൽ സെക്രട്ടറിയുടെ കരണം അടിച്ചു പൊളിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറയാൻ പറ്റിയോ? കേരളത്തിലെമ്പാടും നിരവധി മനുഷ്യരെ, സാധാരണക്കാരായ മനുഷ്യരെ മർദ്ദന മുറകളിലൂടെ ഇല്ലാതാക്കാൻ നോക്കുന്ന പോലീസിനെതിരെ ഒരു അക്ഷരം ഉരിയാടാൻ നാവ് ഉയർത്താൻ ശേഷിയില്ലാത്ത അരുൺകുമാറിനെ പോലുള്ള ആളുകൾ ആ പേരൂർ കടയിലെ പോലീസ് സ്റ്റേഷന്റെ മരബഞ്ചിൽ ഇരുന്ന 21 മണിക്കൂർ ഇരിക്കുകയും കക്കൂസിലെ വെള്ളമെടുത്ത് കുടിക്കാനുള്ള ആജ്ഞ കേട്ട് സങ്കടപ്പെട്ട് കള്ളക്കേസിൽപ്പെട്ട ബിന്ദു എന്ന വീട്ടമ്മയോട് ഒരു മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ആ ബിന്ദുവിന് വേണ്ടിയെങ്കിലും സംസാരിക്കാൻ അരുൺകുമാറിന്റെ നാവ് ഉയരുന്നുണ്ടോ? അപ്പൊ ഞങ്ങൾ എന്ത് വിചാരിക്കണം? നിങ്ങളുടെയൊക്കെ വായിൽ പഴം തള്ളിയിരിക്കുകയാണെന്നോ? അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഞങ്ങൾ ചോദിക്കുന്നത് കേരളത്തിന്റെ ആഭ്യന്തര ഉപമന്ത്രിയോടാ. അത് ഇടികൊണ്ട സുജിത്തിന്റെ അടക്കം, തല്ലുകൊണ്ട ലോക്കൽ സെക്രട്ടറിയുടെ അടക്കം നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന പോലീസുകാർ കഞ്ഞിപ്പശ മുക്കിയ കാക്കിക്കൊണ്ട് അതുകൊണ്ട് മൂടി വയ്ക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇത്തരം ദൃശ്യങ്ങളുടെ തെളിവുകൾ, ഇത്തരം മർദ്ദനമുറകൾ നമ്മളുടെ മുമ്പിൽ വരുന്നത്. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അരുൺകുമാറിന് ഒരിക്കലെങ്കിലും പറയാൻ പറ്റുമോ? കേരളത്തിലെ പോലീസ് മന്ത്രി മറുപടി പറയണമെന്ന്. അത് പറയാൻ പറ്റാത്തതിന്റെ പേരെന്താണെന്നറിയോ? പിണറായി വിജയനുള്ള അടിമത്തമാണ്. ആ മിണ്ടാൻ പോലും പറ്റാത്ത, സ്വന്തം ലോക്കൽ സെക്രട്ടറിക്ക് മർദ്ദനമേറ്റിട്ട് പോലും ഒന്ന് ഉരിയാടാൻ പോലും പറ്റാത്ത ഈ മീഡിയ വണ്ണിന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ പോലും CPMന്റെ പ്രാദേശിക നേതാക്കന്മാർ വന്ന് കൈകൊണ്ട് തടഞ്ഞില്ലേ? ആ ലോക്കൽ സെക്രട്ടറി പറയുന്നത് ലോകം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മിണ്ടാതിരിക്കുന്ന ആ വിധേയത്വത്തിന്റെ പേരാണ് അടിമത്തം. ആ അടിമത്തത്തിന്റെ പേരാണ് പിണറായി. മനസ്സിലായോ? ശരി, ശ്രീ N. ശ്രീകുമാർ, ഞാൻ ആന്റണി എന്ന വിഷയത്തിലാണ് ഇന്ന് ചർച്ച നടത്തുന്നത്. അതിലേക്ക് തന്നെ ഒരിക്കൽ കൂടി വരികയുമാണ്. ശ്രീ N. ശ്രീകുമാർ, ഞാൻ അങ്ങേ തടസ്സപ്പെടുത്തില്ല കേട്ടോ, ഞാൻ വേഗം ഒന്ന് പറഞ്ഞു വെക്കാം. ഇപ്പോൾ ആന്റണി പറയുകയാണ് ഈ ഹൈക്കോടതി കൃത്യമായി നിർദ്ദേശിച്ചതിന് ശേഷം 3ാം വട്ടവും കർശനമായ നിർദ്ദേശം നൽകിയപ്പോഴാണ് നടപടികളിലേക്ക് കടന്നത് എന്ന്. അങ്ങേക്കറിയുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. ശിവഗിരിയിൽ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം അങ്ങേക്കറിയുന്നതാണ്. ഇന്ന് ആന്റണി പാതിയിൽ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. 21 വർഷത്തിന് ശേഷമെങ്കിലും കാര്യങ്ങൾ വ്യക്തതയോടെ പറഞ്ഞുകൂടെ? അവിടെ ഓടിക്കൂടിയവർ പലതരക്കാരാണ്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ആരെയാണ് ആന്റണി ഉദ്ദേശിച്ചത്? അന്നത്തെ കാലത്തെ പരിശോധിക്കുകയാണ് എങ്കിൽ അന്ന് ഈ പറയുന്ന ശാശ്വതീകാനന്ദ പക്ഷത്തെ ശക്തമായി പിന്തുണച്ചു കൊണ്ടുവന്നത് മദനിയാണ്. മദനി അവിടെ എത്തുകയും അവരൊരുമിച്ച് മാധ്യമങ്ങളെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. മാത്രമല്ല ആ സമരപ്പന്തലിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമായി നിന്നത് ഈ പറയുന്ന ISS ആണ്, അല്ലെങ്കിൽ PDP ആണ്. അന്ന് അവിടെ ആയുധങ്ങൾ കണ്ടെത്തിയത് പ്രദർശിപ്പിക്കുകയൊക്കെ ഉണ്ടായല്ലോ പോലീസ്, പുണ്യഭൂമിയിൽ നിന്ന് കണ്ടെത്തിയ മാരകായുധങ്ങളെന്ന്. അതൊക്കെ വന്ന വഴി ഏതാണ് എന്നതും ആന്റണിക്കറിയാം. എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന അന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ, പോലീസിൻ്റെ ആക്ഷൻ നടക്കുമ്പോൾ ശാശ്വതീകാനന്ദ പക്ഷത്ത് എത്ര പേരുണ്ടെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ വലിയ ആൾക്കൂട്ടം, സംഘടിതമായി പോലീസിനെ ചെറുത്തു നിന്ന ആൾക്കൂട്ടം, അതിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്നും ശ്രീ ശ്രീകുമാറിന് അറിയാവുന്നതാണ്. ഇത്തരം നീക്കങ്ങൾ ഈ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്തിരുന്ന ആന്റണിക്ക് അറിയില്ലായിരുന്നോ? അങ്ങനെ സംഘർഷാത്മകമായൊരു സാഹചര്യം, എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു വിഭാഗത്തിന് നുഴഞ്ഞു കയറാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നോ? ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഭയപ്പെട്ടുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറയുന്നത് ആരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്? ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്യോഗസ്ഥനെ അങ്ങ് എടുത്തങ്ങ് വധശിക്ഷയ്ക്ക് വിധേയമാക്കുമോ? ഇനി അങ്ങനെ ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വന്നെന്ന് തന്നെ ഇരിക്കട്ടെ, സുപ്രീം കോടതി വരെ പോയിക്കൂടെ? കാരണം അതൊരു സ്റ്റേറ്റിൻ്റെ വിഷയമാണ്. അതൊരു കോടതിക്കും തീർപ്പ് കൽപ്പിക്കാവുന്ന വിഷയമല്ല. കാരണം എന്താ? ലോ ആൻഡ് ഓർഡർ ആണ്. അതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അവിടെ അസാധാരണമായ സാഹചര്യമാണ് എന്ന് നീതിപീഠങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ലേ? അപ്പോൾ ഒരു ന്യായം അത്. മുത്തങ്ങയിലേക്ക് വരുമ്പോഴോ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം 3 വട്ടം താക്കീത് നോട്ടീസ് അയച്ചുവെന്ന്. അപ്പോൾ കയറി അങ്ങ് ഫയർ ചെയ്തോളാനാണ് പറയുന്നത്. അപ്പോൾ മുത്തങ്ങയുടെ കാര്യത്തിൽ കോടതിയുടെ പിൻബലവും ഇല്ല AK ആന്റണിക്ക് പറഞ്ഞു നിൽക്കാൻ. ശ്രീ ശ്രീകുമാർ, മറുപടി. വേണു ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ശിവഗിരി പ്രശ്നം ചർച്ച ചെയ്യാൻ 7 തവണ ആന്റണി ആ യോഗം വിളിച്ച കാര്യം അദ്ദേഹം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ വിഷയം ഇപ്പോൾ ചർച്ചാ വിഷയമാകാൻ കാരണം അസംബ്ലിയിൽ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ അത് ഉത്തരം കഴിഞ്ഞു.
പിന്നെ ശിവഗിരിയിൽ പ്രകാശാനന്ദ സ്വാമിയുടെയും സ്വാമി ശാശ്വതികാരൻ്റെ നേതൃത്വത്തിലുള്ള തർക്കവും വിതർക്കവും ഒന്നും ഇവിടെ നമുക്ക് ചർച്ചയ്ക്ക് വിഷയമാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നീതിയും സത്യവും ധർമ്മവും പുലർത്തുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ചെയ്യാവുന്ന കാര്യം ആന്റണി ചെയ്തു. അതേ നീതിയും സത്യവും ഇപ്പോഴും മുറുകെ പിടിക്കുന്നതുകൊണ്ട് മുൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് ചില കാര്യങ്ങൾ കേരള മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് CPM MLA പറഞ്ഞത് CPMൻ്റെ അഭിപ്രായമല്ല എന്നുള്ളതാണ് അരുൺകുമാറിൻ്റെ ഒരു വാദമെങ്കിൽ എനിക്കിത് പറയാനില്ല. പിന്നെ AK ആന്റണി സ്വയം വന്ന് ന്യായീകരിക്കുന്നു എന്നാണ് ഇവിടെ അരുൺകുമാർ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് തിരിച്ചു പറയണോ? VS അച്യുതാനന്ദനെ ന്യായീകരിക്കാൻ VS അച്യുതാനന്ദൻ മാത്രമേ ഉണ്ടായുള്ളൂ. പിണറായി വിജയനെ ന്യായീകരിക്കാൻ പിണറായി വിജയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഗ്രൂപ്പ് യുദ്ധ കാലത്ത് VS അച്യുതാനന്ദൻ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ പറയുന്നതൊക്കെ വേണുവിന് ഓർമ്മയുണ്ടല്ലോ. പിണറായി വിജയൻ പറഞ്ഞ വേണു ഓർമ്മയുണ്ടല്ലോ. അവർ രണ്ടുപേരും സ്വയം ന്യായീകരിച്ച് എത്ര ന്യായീകരണങ്ങൾ നമ്മൾ കേട്ടു. അവസാനം രണ്ടുപേരും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്തായി. ഈ കഥകളൊക്കെ നമ്മളോട് ചർച്ച ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ച, പക്ഷേ ചർച്ച ചെയ്യേണ്ടി വരികയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ത് പറഞ്ഞാലും ഇപ്പോൾ 2 ആഴ്ചയായിട്ട് രാജൻ കേസാണ് പറയുന്നത്. മനസ്സിലായി, CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം ഉയർന്നു. അപ്പോൾ ആ CPIക്കാരെ ചീത്ത പറയാനായിട്ട് അടിയന്തരാവാസ കൊണ്ടുവരിക രാജൻ കേസ്. കാരണം അന്ന് മുഖ്യമന്ത്രി C അച്യുതമേനോനാണല്ലോ. C അച്യുതമേനോനെ CPM ഇപ്പോഴും മുഖ്യമന്ത്രിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് C അച്യുതമേനോനെ തെറി പറയാനായിട്ട് രാജൻ കേസ് ഈ സംഭവത്തിൽ കൊണ്ടുവരികയാണ് CPMൻ്റെ പ്രതിനിധികൾ. കാരണം ആലപ്പുഴ CPI സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പ് കാരണം ഇനി ഭരണം കിട്ടില്ലെന്നവർ പറഞ്ഞല്ലോ. അപ്പോൾ അതും പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇത് AK ആന്റണി വേറൊരു കാര്യം പറഞ്ഞു. ഇത് പൊതുവിടത്ത് കിട്ടും, ഈ റിപ്പോർട്ടൊക്കെ കിട്ടുമെന്ന് വേണു പറഞ്ഞല്ലോ. മാധ്യമ സുഹൃത്തുക്കൾ പോയിട്ട് അന്വേഷിച്ചാൽ റിപ്പോർട്ട് എടുക്കാനാണ് പറഞ്ഞേ. ആ മാധ്യമ സുഹൃത്തുക്കളെ വേണു ഉൾപ്പെടെയുള്ളവർക്ക് പോയിട്ട് റിപ്പോർട്ട് എടുക്കാം. അതായത് ഇന്നലെ അസംബ്ലിയിൽ പറഞ്ഞ കാര്യങ്ങൾ നാളെ ആ റിപ്പോർട്ട് പുറത്തുവിട്ട് പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് AK ആന്റണി CPMനോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം വേണു ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, ഉത്തരം പറയുന്നതിന് മുമ്പ് വേണു പോയി. അതായത് അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം ചില കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നത്. ഒരു പൊതു ജീവിതത്തിൻ്റെ കാര്യങ്ങൾ എല്ലാവരും ആത്മകഥ എഴുതാൻ വേണ്ടി ചോദിക്കുന്നു. ഞാൻ പറയില്ല. കാരണം ആത്മകഥ എഴുതുകയാണെങ്കിൽ അപ്രിയ സത്യം വിളിച്ചു പറയണം. അപ്രിയ സത്യം എന്ന് വെച്ചാൽ എന്താ? ഒരു പൊതുപ്രവർത്തകൻ്റെ ജീവിതത്തിൽ ഒരുപാട് സത്യവും അപ്രിയ സത്യവും ഉണ്ട്. അത് പറയാനുള്ള തൻ്റെ ഇടം AK ആന്റണിക്ക് ഉണ്ടാവൂ, വേറൊരാൾക്കുണ്ടാവില്ല CPMൽ. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയാത്ത എന്താണെന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയേണ്ടത് LDFനെ തോൽപ്പിക്കാനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ റിട്ടയർ ചെയ്തിട്ടില്ല, ഞാൻ ആക്റ്റീവായിട്ടേ ഉള്ളൂ, ആക്റ്റീവ് അല്ലെന്നേ ഉള്ളൂ, റിട്ടയർ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ പത്രസമ്മേളനം നടത്തിയത്. പ്രവർത്തകനായിട്ട് കോൺഗ്രസിനെ രക്ഷിക്കാൻ ഇനിയും വരുമെന്ന് പറഞ്ഞില്ലേ? ഇതിൽ കൂടുതൽ എന്ത് വേണു? പിന്നെ AK ആന്റണി ഒരു കാര്യം പറഞ്ഞാലേ ആ പറഞ്ഞതാ, അത് ഇവരെ പൊള്ളിക്കും. നാളെയും മറ്റന്നാളും മുഖ്യമന്ത്രി ഉത്തരം പറയാതെ അസംബ്ലിയിൽ കിടന്ന് വെള്ളം കുടിക്കുന്ന കാണാം. നാളെ അസംബ്ലിയിൽ വേറൊരു കിടിലൻ പ്രസംഗവും വരുന്നുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. അപ്രിയ സത്യങ്ങൾ പറയും, അതിന് അസംബ്ലിക്ക് ശേഷം എന്ന് പറയുമ്പോൾ ശ്രീ N ശ്രീകുമാർ, ആ അപ്രിയ സത്യം CPMന് പോറലേൽപ്പിക്കുന്നതല്ല എന്നല്ലേ? കാരണം അങ്ങനെയെങ്കിൽ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപാണ് അതൊരു ആയുധമായി വരിക. അല്ലല്ല, അതായത് പൊതുജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ പൊതുജീവിതം എന്ന് വെച്ചാൽ അതിൽ അപ്രിയ സത്യം ഉണ്ടാവും. അതുപോലെ തന്നെ ചിലർക്ക് ചില കാര്യങ്ങൾ പറയാത്ത ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അതൊരു വ്യക്തിപരമായ ഒരു വ്യക്തിയാധിഷ്ഠിതം കൂടിയാണത്. അത് അസംബ്ലിക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി പറയേണ്ട വിഷയമല്ലത്. ജനങ്ങൾക്ക് ആവശ്യം AK ആന്റണിയുടെ ആത്മകഥയൊക്കെ അല്ലല്ലോ. ജനങ്ങൾക്ക് ആവശ്യം ഇപ്പോൾ ഇന്നെന്താ? ഈ പോലീസ് കസ്റ്റഡി മരണം. ഈ മുത്തങ്ങയിലാണെങ്കിലും ശിവഗിരിയിലാണെങ്കിലും മറ്റേത് സമരവേദിയിലാണെങ്കിലും പോലീസും ജനങ്ങളും തമ്മിലൊരു ഏറ്റുമുട്ടലിൻ്റെ കഥ വരുന്നുണ്ട്. ഇവിടെ അതല്ല, നേരെ പോലീസ് സ്റ്റേഷനിൽ കൊല്ലുക, ഇടിക്കുക എന്നുള്ളതാണ്. അത് CPMകാരെ ഇടിക്കുക, എല്ലാവരെയും ഇടിക്കും. CPMകാരൻ ഇടികൊണ്ട കഥയാണ് ഇന്നലെ അസംബ്ലി തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ന് വാർത്ത വന്നത്, അറിയാമല്ലോ. പോലീസാണ് ഭരിക്കുന്നത്, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പോലീസാണെന്നുള്ള അതാ ഞാൻ പറഞ്ഞത്. ഒരു തൻ്റെ ഇടത്തോടെ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു മുൻ മുഖ്യമന്ത്രിയാണ് AK ആന്റണി. വാദിച്ച് നിൽക്കാതെ ഇന്ന് ആന്റണി പറഞ്ഞ കാര്യം റിപ്പോർട്ട് പുറത്തുവിടാൻ നാളെ പറ്റുമെങ്കിൽ മുഖ്യമന്ത്രി പുറത്തുവിടരുത്. ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കേ, എന്താ എത്ര ബുദ്ധിമുട്ട്? മുഖ്യമന്ത്രി തന്നെ പുറത്തുവിടാൻ നിർബന്ധിതമാകുന്ന ഒരു രഹസ്യരേഖയാണോ അത്? അതാണ് കാതലായ ചോദ്യം. ശ്രീ അരുൺകുമാർ, അസംബ്ലിയിൽ അവരാ പറഞ്ഞത് വേണു. ശരി, അല്ല, ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്, CBI അന്വേഷണ റിപ്പോർട്ട് അസംബ്ലിയിൽ പറഞ്ഞതവരാണ്. അതുകൊണ്ട് അവര് തന്നെ പുറത്തുവിടണം. ശരി, അതിലൊരു രാഷ്ട്രീയം. ശരി, അതിലെ രാഷ്ട്രീയ ധ്വനി മനസ്സിലായി. ശരി, ശ്രീ അരുൺകുമാർ, അതിനുള്ള മറുപടി. കൂടാതെ ഇവിടെ ഈ പറയുന്ന PDPയുടെ പേര് അല്ലെങ്കിൽ ഏത് കൂട്ടരാണ് അവിടെ ഒരുമിച്ച് ചേർന്നത് എന്ന ഭാഗം പറയുന്നില്ല. എന്നാൽ ഒരു ഭാഗം പറയുന്നുണ്ട്, മതാതീത ആത്മീയതയുടെ സ്ഥലമായിരുന്ന അവിടം
പ്രകാശാനന്ദയുടെ പക്ഷത്തേക്ക് പോവുകയാണെങ്കിൽ വിരുദ്ധ ചേരിയിലേക്ക് പോകും, അത് കാവ്യവൽക്കരിക്കപ്പെടുമെന്ന്. ആ ഭാഗം കുറെ കൂടെ വ്യക്തമായി ആന്റണി പറഞ്ഞു. നമുക്കറിയുന്നതാണ് അതിൻ്റെ ഏടുകൾ പരിശോധിച്ചാൽ. അവിടെ ഈ പറയുന്ന കൈവല്യാനന്ദ എന്ന സ്വാമിയിലൂടെ RSSന്റെ ഒരു പ്രോജക്റ്റ് വരുന്നു. ഈ സൂക്ഷ്മാനന്ദയും ഒക്കെ അതിൻ്റെ ഭാഗമാകുന്നു, പ്രകാശാനന്ദയും ഒക്കെ അതിൻ്റെ ഭാഗമായി ഉപയോഗിക്കപ്പെടുന്നു. അങ്ങനെ RSSന്റെ ഒരു നീക്കം അതിലുണ്ട്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പോലും ഒരു വിഭാഗം ചോദ്യം ചെയ്തത് അത് കൃത്രിമ രൂപത്തിലുണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണെന്നാണ്. RSSന്റെ കൈകൾ അതിലുണ്ടായിരുന്നു എന്നാണ്. പ്രകാശാനന്ദ അടക്കമുള്ളവർ പിന്നീട് ഇപ്പോൾ നടത്തി വരുന്ന മോദി സ്തുതിയും പൂർവ്വകാല പ്രാബല്യത്തോടെ നാം പരിശോധിച്ചാൽ ഗൗരവതരം തന്നെയാണെന്ന് കാണാം. അപ്പോൾ രണ്ട് ഭാഗത്തും രണ്ട് തരത്തിലുള്ള ധ്രുവീകരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതേപ്പറ്റി ഉത്തമ ബോധ്യം ആന്റണിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നും ആന്റണി ഭാഗിക സത്യങ്ങളാണ് പറയുന്നത്. എൻ ശ്രീകുമാർ പറയുന്ന ആർജവം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രതികരണത്തിൽ ഉണ്ടായിട്ടില്ല. ആന്റണിക്കല്ലാതെ ആർക്ക് പറയാൻ കഴിയുമെന്നൊക്കെ എൻ ശ്രീകുമാർ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു ആന്റണി ഭക്തിയല്ലാതെ നമ്മുടെ മുന്നിൽ കാണുന്ന ആന്റണിയുടെ പ്രതികരണങ്ങളിൽ അതിന് പിൻബലമാകുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. കൂടാതെ ഈ പറയുന്ന കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, അത് മഹാകാര്യമാണോ ശ്രീ അരുൺകുമാർ? അങ്ങനെ പ്രാക്ടീസിംഗ് ലോയർ അല്ലേ? ഇനി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം 3 നോട്ടീസ് അയച്ചാൽ ഉടനെ ആദിവാസികളുടെ നെഞ്ചത്തേക്ക് വെടിവെക്കാൻ പിന്നീട് ഒരു സർക്കാരും നിർബന്ധിതമാകാതെ പോയത് അവിടെ പരിസ്ഥിതി മന്ത്രാലയത്തിന് നോട്ടീസ് കിട്ടാത്തത് കൊണ്ടാണോ? പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ നോട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ കേരളത്തിൽ ആദിവാസി ഇന്ന് ജീവനോടെ ഇരിക്കണോ വേണ്ടയോ എന്നതിൽ ഈ സർക്കാർ തീർപ്പ് കൽപ്പിക്കുക? ഇങ്ങനെയൊക്കെയുള്ള വിദണ്ഡവാദങ്ങളല്ലേ ആന്റണി ഉന്നയിക്കുന്നത്? ഇവിടെ ശ്രീ എൻ ശ്രീകുമാറിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഈ ചർച്ച എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അദ്ദേഹത്തിന് ഈ നിരീക്ഷണ ബോധമൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആൾ തന്നെയാണ്. സമയം കിട്ടുമ്പോൾ താങ്കൾ ഗോപി വക്കീൽ എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട്. അത് ശിവഗിരി ഈ സംഭവം നടക്കുമ്പോൾ, ശിവഗിരിയിലെ പോലീസ് ആക്ഷൻ നടക്കുമ്പോൾ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് ഗോപി വക്കീൽ. ഈ ഗോപി വക്കീലിന്റെ ഒരു ആത്മകഥ ഉണ്ട്. ആ ആത്മകഥ ഞാൻ എന്റെ ജീവിതം എന്നാണ്. അതെ, ഞാൻ എന്റെ ജീവിതം എന്നതാണ് ആ ആത്മകഥയുടെ പേര്. അഡ്വക്കേറ്റ് കെ ഗോപിനാഥ് അന്ന് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. 87-ൽ കായംകുളത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. KPCC എക്സിക്യൂട്ടീവ് അംഗമാണ്. ഇനി ശ്രീ അരുൺ പറഞ്ഞോളൂ. യെസ്, അദ്ദേഹം ഞാൻ എന്റെ ജീവിതം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എന്താണ് ശിവഗിരിയിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് കോൺഗ്രസിന് വളരെ ഡാമേജിംഗ് ആണ്. ഈ സംഭവത്തിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയെ കുറിച്ചിട്ടാണ് കോൺഗ്രസ് നടത്തിയ വളരെ ക്രൂരമായ പ്രവൃത്തി, ഭരണകൂടത്തിന്റെ വലിയ അതിക്രമത്തെ കുറിച്ചിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതിന് മറുപടി പറയണമെങ്കിൽ ശ്രീ AK ആന്റണിക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം വേണം. അതെങ്ങനെയെങ്കിലും കേരളത്തിലെ ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെ തലയിലും വെക്കണം. അതുകൊണ്ട് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കാത്ത ഒരു വിഷയത്തിൽ പത്രസമ്മേളനം നടത്തി എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം ഇപ്പൊ ചാനൽ ചർച്ചയിൽ വന്നിട്ട് പറയുന്നു മറ്റ് MLA-മാരൊക്കെ പറഞ്ഞല്ലോന്നോ. ഇതൊക്കെ കോൺഗ്രസിന്റെ ഒരു സാഹചര്യം. അതുകൊണ്ട് ശ്രീ എൻ ശ്രീകുമാർ എല്ലാ ബഹുമാനത്തോടും പറയട്ടെ, താങ്കൾ ആ ആത്മകഥ എടുത്തൊന്ന് വായിച്ചു നോക്കുക. പിന്നെ ഒറ്റ കാര്യം, കോൺഗ്രസിന്റെ പ്രതിനിധി ആവർത്തിക്കുകയാണ്, ആ സംഭവം ഈ സംഭവം അരുൺകുമാർ ന്യായീകരിച്ചോ, അരുൺകുമാർ എതിർത്തോ? ഈ ഒറ്റ പോലീസ് അതിക്രമത്തെയും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. പോലീസ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിന്റെ ക്രൂരത ഏറ്റവും കൂടുതൽ അനുഭവിച്ചവരാണ് ഞങ്ങൾ. താങ്കൾക്കറിയോ, ഒരു വിദ്യാർത്ഥി സമരത്തിനെതിരെ ഏറ്റവും ആദ്യം തോക്കുപയോഗിച്ച ആരാന്നറിയോ? UDFന്റെ കാലത്ത് രാധാകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു പോലീസുകാരനാ. പിഞ്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധ സമരം നടത്തിയപ്പോ തോക്കുപയോഗിച്ച് വെടിവെച്ചു. ഭാഗ്യം കൊണ്ട് ആ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടെ. ഏറ്റവും ആദ്യം ഉപയോഗിച്ച് ആരാണോ താങ്കൾക്കറിയോ? താങ്കളുടെ സമയത്ത് പറഞ്ഞോ അസഹിഷ്ണുത ഉണ്ടാകും, അസഹിഷ്ണുത ഉണ്ടാകും. നിങ്ങളുടെ വില്ലേജ് സെക്രട്ടറി തല്ലിക്കൊന്നതിന്റെ ന്യായം പറയുന്നേ. വെടിവെച്ച കഥ പറയുകയാണെങ്കിൽ EMS ഒച്ചപ്പാടുണ്ടാക്കും, ബഹളുണ്ടാക്കും. അവസാനത്തെ 10 മിനിറ്റ് ചരിത്രം മൊത്തം എടുക്കാന്നേ. 60 കൊല്ലം 70 കൊല്ലം ചർച്ച ചെയ്യാന്നേ. ഒരു ന്യായം തന്നെ പറയാൻ. ശ്രീ ജിൻഡോ അരുൺ പറയട്ടെ. വത്സൻ തില്ലങ്കേരി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് RSS അല്ലെങ്കിൽ മാരാർജി ഭവനിലേക്ക് പോകും. ശ്രീ ജിൻഡോ ഒരു സെക്കൻഡ് അദ്ദേഹം പറയട്ടെ. സത്യം കേൾക്കാൻ സഹിക്കില്ല. എന്തിനാ നിങ്ങൾക്ക് ശ്രീ ജിൻഡോ അദ്ദേഹം പറയട്ടെ.
ശ്രീ അരുൺ പറഞ്ഞു. അല്ലല്ല, എനിക്ക് നാണമില്ല. എനിക്ക് ബുദ്ധിമുട്ട്, ഈ സത്യം എനിക്ക് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് വേണു, എനിക്ക് നാണമില്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നിങ്ങൾ നികുതി കൊടുക്കുന്ന ഒരു എത്ര സാധാരണ പൗരന, എന്റെ നിങ്ങൾ നികുതി പണം കൊണ്ട് എത്ര സാധാരണക്കാരെ അപമാനിച്ചാലും വർദ്ധിക്കുന്ന സത്യം ഒരു പോലീസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. 2025 ഉണ്ടാകാൻ പാടില്ല. സത്യം ഇത്രയും പറഞ്ഞുകൊണ്ടേയിരിക്കും. കേരളം എന്ന് പറയുമ്പോൾ ഒന്നാം നമ്പർ കേരളം എന്ന് എത്ര നുണ പറയുമ്പോൾ പറഞ്ഞാലും അമേരിക്കയോട് നിങ്ങൾ വെല്ലുവിളിക്കുന്ന കേരളം എന്ന് പറയുമ്പോൾ ആക്രമിച്ചാലും ഇന്നും നമ്മുടെ നികുതി പണം കൊണ്ട് സാധാരണക്കാരെ വർദ്ധിച്ചു കൊള്ളുന്ന ഒറ്റ ഉദ്യോഗസ്ഥൻ ഈ സൈനികർ ഉണ്ടായിരിക്കാൻ പാടില്ല. അവരെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടായിരിക്കാൻ പാടില്ല. എന്തിനാണ് മിസ്റ്റർ ഈ 14 ദിവസം നിങ്ങൾ നേതാക്കന്മാർ ഡിഫെൻഡ് നിങ്ങൾക്ക് അന്ന് മറ്റുള്ളവർ പറയുന്നത് അനുവദിക്കാതെ ജിൻഡോ അദ്ദേഹം പറയട്ടെ. ജിൻഡോ അദ്ദേഹം പറയട്ടെ. ജിൻഡോ അദ്ദേഹം പറയട്ടെ. നിങ്ങൾ വേണ്ടിയത് ജിൻഡോ അദ്ദേഹം പറയട്ടെ. ജിൻഡോ അദ്ദേഹം പറയട്ടെ. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് മറുപടി പറയാൻ നിങ്ങൾ എന്താ വരാത്തത്? ശരി, ജിൻഡോ അദ്ദേഹം പറയട്ടെ. ജിൻഡോ അദ്ദേഹം പറയട്ടെ. വെല്ലുവിളിച്ചില്ല 21 ശരി, ജിൻഡോ അദ്ദേഹം പറയട്ടെ. ജിൻഡോ ഒരു കോൺഗ്രസ് പ്രതിനിധി, അല്ല, പറഞ്ഞോട്ടെ, അദ്ദേഹം കോൺഗ്രസ് പറഞ്ഞോട്ടെ. സഹയാത്രികൻ എൻ അദ്ദേഹം ശ്രീകുമാർ. പറഞ്ഞോട്ടെ. അതുകൊണ്ട് ശ്രീ അരുൺ സംസാരിക്കട്ടെ. ജിൻഡോ, ശ്രീ അരുൺ വേഗം. അതെങ്ങനെ വേണു? ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികനാണെങ്കിൽ ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ വേണു CPM സഹയാത്രികൻ എന്ന് ഞാൻ പറയണോ? വേണു ഈ ചർച്ചയിൽ സ്റ്റാൻഡ് വെച്ചിട്ട് CPM സഹയാത്രികൻ എന്ന് ഞാൻ പറയണോ? ഈ ചർച്ച കാണുന്ന മീഡിയ വണ്ട പ്രേക്ഷകർ തീരുമാനിക്കട്ടെ വേണു ഏത് സഹയാത്രികനാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായിട്ടുണ്ട് എങ്കിൽ അത് ജിൻഡോയ്ക്ക് ഖണ്ഡിക്കാം. ചോദ്യങ്ങളാണ് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ജിൻഡോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതാവിരുദ്ധത ഉണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് ഖണ്ഡിക്കാം. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ജിൻഡോയോ എൻ ശ്രീകുമാറോ മറുപടി പറയുമ്പോൾ ഞാൻ തടസ്സപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെങ്കിൽ അങ്ങ് ഖണ്ഡിക്കും. മറ്റങ്ങ് പറയുന്ന ആക്ഷേപങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. അരുൺകുമാർ, ഒന്ന് ചോദിക്കും. ശരി, അരുൺകുമാർ, വില്ലേജ് സെക്രട്ടറിയെ മർദ്ദിച്ചു കൊന്ന വിഷയത്തെ കുറിച്ച് ഒന്ന് ചോദിക്കാതെ ഒന്ന് വേണു ചോദിക്കുന്നത്. 1 മണിക്കൂറായില്ലേ ചർച്ച വേണു? ഇന്നലെ മുഴുവൻ അതാണ് ചോദിച്ചത് ജിൻഡോ. ഇന്നലെ മുഴുവൻ അതാണ് ചോദിച്ചത് ജിൻഡോ. ഇന്ന് വിഷയം ആന്റണിയാണ്. ഇന്നലെ ശ്രീ എൻ ശ്രീകുമാർ ഈ ചർച്ചയിലുണ്ടായിരുന്നു. അങ്ങേക്ക് ബോധ്യം വരണമെങ്കിൽ ശ്രീ ശ്രീകുമാറിനോട് ചോദിക്കൂ. ശ്രീകുമാറിനോട് ചോദിക്കൂ ഇന്നലത്തെ ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു എന്ന്. ഇന്നത്തെ വിഷയം ആന്റണിയാണ് ജിൻഡോ. ശരി, ശ്രീ അരുൺകുമാർ. വേണു എന്നെ വിളിച്ചപ്പോ പറഞ്ഞത് പോലീസ് അട്രോസിറ്റിയെ കുറിച്ചും ചർച്ചയുണ്ടെന്നാ. ഞാൻ അങ്ങേ വിളിച്ചിട്ടില്ല. കൃത്യമായി പറഞ്ഞിരുന്നത് ഞാൻ അങ്ങേ വിളിച്ചിട്ടില്ല. കൃത്യമായി പറഞ്ഞിരുന്നത് എ കെ ആന്റണിയുടെ വാർത്താ സമ്മേളനം. അത് വിട് അരുൺ. ശരി, അരുൺ, അങ്ങയുടെ പ്രതികരണത്തോടെ ചർച്ച എ കെ ആന്റണിയുടെ വാർത്താ സമ്മേളനം മാത്രമല്ല സമകാലിക പോലീസ് വിഷയങ്ങളും എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങേ വിളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളെ കൃത്യമായി പറഞ്ഞത്. ഒരു സെക്കൻഡ് അരുണേ, ഇത് കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ആളോട് പറഞ്ഞത് ആന്റണിയുടെ വാർത്താ സമ്മേളനമാണെന്നാണ്. അതുകൊണ്ടാണ് ആ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് ആളെ തരാം എന്ന്. അതുകൊണ്ടാണ് 5 മണിക്ക് ശേഷം ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് ആളെ തരാമെന്ന് നിങ്ങളുടെ കോർഡിനേറ്റർ പറഞ്ഞത്. അതിനുശേഷമാണ് ജിൻഡോയെ കിട്ടുന്നത്. ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുമില്ല. ശരി, ശ്രീ അരുൺ, അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. എന്നെ വിളിച്ച സമകാലിക ശരി ജിൻഡോ, ശരി എന്റെ സമയമാണ്. ശരി അരുൺ, സമയം കഴിഞ്ഞിരിക്കണ്ടല്ലോ. മിസ്റ്റർ ജിൻഡോ, നിങ്ങൾ ഇങ്ങനെ പോയാൽ കഴിയില്ല. ഇത് ചർച്ച അലസിപ്പിക്കാനുള്ള ഉദ്ദേശമാണ്. ഞാൻ ഇടപെടുകയാണ്. ശരി, സമയം കഴിഞ്ഞു. വളരെ നന്ദി ശ്രീ ജിൻഡോ, ശ്രീ അരുൺകുമാർ, ശ്രീ എൻ ശ്രീകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.